തെരഞ്ഞെടുപ്പ് കളമങ്ങ് ചൂടുപിടിച്ചിരിക്കുകയാണ്. പലയിടത്തും പക്ഷേ കളം തന്നെയാണ് പ്രധാന വോട്ട് വിഷയം. നല്ല കളിക്കളങ്ങൾ, അതാണ് ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കുന്നത്. കളിക്കളങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തവണ വോട്ടില്ലെന്നാണ് പലയിടത്തും ഉയരുന്ന പ്രതിഷേധങ്ങൾ. നാടിനൊരു ഗ്രൗണ്ടിനായി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയവർ വരെയുണ്ട്. കാണാം കളിക്കളങ്ങൾ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധക്കാർ. ഇടുക്കി കുമാരമംഗലം പഞ്ചായത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നത് ഇങ്ങനെയൊരു ഫ്ലക്സാണ്. വോട്ട് വേണോ? എന്നാൽ ഞങ്ങൾക്ക് കളിസ്ഥലം വേണം. ആര് കളിസ്ഥലം ഒരുക്കുന്നോ അവർക്കാണ് കായിക പ്രേമികളുടെ വോട്ട്. കണ്ടാൽ കൗതുകമെങ്കിലും പറയുന്നത് കളിയല്ല. ഈ ഒരു 10 കൊല്ലത്തിനകം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടില്ല നമ്മുടെ പഞ്ചായത്തിന്. അപ്പം കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ക്രിക്കറ്റിന് കപ്പടിച്ചു. തുടർച്ചയായ കപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കളിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ടർഫിലാണെങ്കിലും പൈസ കൊടുത്താണ് കളിക്കുന്നത്. ഒരാൾ 200 കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാസം ഒരാൾ 200 കൊടുത്ത് കളിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് എത്ര കളി കളിക്കണം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് പാർട്ടിയാണോ നമുക്ക് ഗ്രൗണ്ട് തരുന്നത് അവർക്ക് ഞങ്ങൾ യുവാക്കൾ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ യുവാക്കളുടെ പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാൽപന്തുകളിയുടെ നാടായ മലപ്പുറത്തെ പാപ്പാത്തിപ്പാറയിലെയും പാലക്കാട്ടെ മുണ്ടൂരിലെയും കോട്ടയത്തെ സംക്രാന്തിയിലെയും ഒക്കെ കായിക പ്രേമികൾ കട്ടക്കലിപ്പിലാണ്. പാത്തിപ്പാറയിലെ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇതാണ്. തിരിഞ്ഞു നോക്കാത്തവർക്ക് ഇനിയും വോട്ട് കൊടുക്കണമോ എന്നാണ് അവരുടെ ചോദ്യം. ആലപ്പുഴയിലെ മാന്നാറിൽ നല്ലൊരു ടർഫ് നശിച്ചു പോകുന്നതിനെതിരെയാണ് കായിക പ്രേമികൾ വോട്ട് ആയുധമാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പണിത ടർഫ് പ്രകൃതി വിരുദ്ധരുടെ വിളനിലമായി. കായിക പ്രേമികൾക്ക് നൽകാതെ കളിസ്ഥലം പിന്നെ ആർക്കെന്നതാണ് സ്ഥാനാർത്ഥികളോടും കൂടിയുള്ള ചോദ്യം. പലരും ടർഫുകളെയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. എന്നാൽ വലിയ തുക നൽകി എത്ര പേർക്ക് കളിക്കാൻ പോകാനാകും? പുതുതലമുറ വഴിതെറ്റാൻ തന്നെ കാരണം നല്ല കളിക്കളങ്ങൾ ഇല്ലാത്തതെന്നാണ് കോട്ടയത്തെ സ്പൈറോസ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ നിരീക്ഷണം. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ എല്ലാവരും വന്ന് കൂടുക, ഇവിടെ ഇരിക്കുക, തിരിച്ചു പോവുക. ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കളിസ്ഥലം വേണം. നമ്മൾ അതിനെ ഒരു ധൃതി വെച്ചാണ് നമ്മളൊരു പോസ്റ്റർ ഇറക്കുകയും അതിന് മുന്നോടിയായിട്ട് പ്രതിഷേധം എന്ന രീതിയിൽ നല്ലൊരു ഫ്ലെക്സ് വെക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ എല്ലാവരും ലഹരിക്കെതിരെ ഭയങ്കരമായ ക്യാമ്പയിനുകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഭാവിയിലോട്ട് വരുന്നവർക്ക് ആ ഒരു അഡിക്ഷൻ ഇല്ലാതെ കളിക്കാനല്ല എന്തിനേലും വരാൻ പറ്റുള്ളൂ. ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ സൂപ്പർ താരമാണ് തിരുവനന്തപുരം മീനാങ്കൽ സ്വദേശിയായ സുമേഷ്. പലർക്കും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല. ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ അയാൾ ഗെയിൽ കുട്ടപ്പനാണ്. മുമ്പ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കളിച്ചപ്പോൾ സംവിധായകൻ പ്രിയദർശനാണ് സുമേഷിന് അങ്ങനെയൊരു പേരിട്ടത്. നാടിനൊരു കളിക്കളമെന്ന ആവശ്യവുമായി ഗെയിൽ കുട്ടപ്പനും തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിൽ ഇത്തവണ ബാറ്റ് എടുക്കും. ഇപ്പം മത്സരിക്കാനുള്ള കാരണം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ, പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു PSC സെൻറ്റർ എന്നിവ മീനാങ്കൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യവും. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം എന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. 2021 ഇപ്പോഴത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാനും ഇക്കാര്യം നിയമസഭയിൽ ആവർത്തിച്ചു. എന്നാൽ അതൊന്നും നടപ്പിലാവാത്തതിനാലാണ് കായിക പ്രേമികൾക്ക് ഇങ്ങനെ ഫ്ലെക്സ് വെക്കേണ്ടി വരുന്നത്, സ്ഥാനാർത്ഥികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുന്നത്. എന്തായാലും കളിക്കളമെന്ന ആ വലിയ സ്വപ്നത്തിനായി യുവജനതയുടെ തുറുപ്പുചീട്ടാവുകയാണ് വോട്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.